ഹായ് ഓൾ, iPlusന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ബെൻഡിങ് ഇക്വേഷൻ ഈസ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബെൻഡിങ് ഇക്വേഷൻ ഏതാണ്? ഓപ്ഷൻ എ m/i = f/y = e/r. ഓപ്ഷൻ ബി m/i = y/f = e/r. ഓപ്ഷൻ സി i/m = f/y = e/r. ഓപ്ഷൻ ഡി m/i = f/y = r/e. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടൊരു കോഡുണ്ട്. നമ്മൾ എന്താ പഠിക്കുക? മേ ഐ ഫോളോ യു എലിസബത്ത് റാണി അല്ലേ? അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മേ ഐ ഫോളോ യു എലിസബത്ത് റാണി. അപ്പോൾ m/i = f/y = e/r. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When a cantilever beam is located at its free end, the maximum compressive stress developed at cantilever beam is located at its free end. ഇതിൻ്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എവിടെയാണെന്നാണ് ചോദ്യം. ടോപ്പ് ഫൈബറിലാണോ, ബോട്ടം ഫൈബറിലാണോ, അതുപോലെ ന്യൂട്രൽ ആക്സിസ് ആണോ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണോ എന്നാണ് ചോദ്യം. കാൻറ്റിലിവർ ബീം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം കാൻറ്റിലിവർ ബീം എങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുക? ഇതേപോലെ ആയിരിക്കും അല്ലേ ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്നത് ടെൻഷനും ഇവിടെ ബോട്ടം ഫൈബറിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? കംപ്രഷനും ആയിരിക്കും. മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാകുന്ന എവിടെയാണ് ചോദ്യം? മാക്സിമം ഉണ്ടാകുന്ന എവിടെയായിരിക്കും? ഈ ബോട്ടം ഫൈബറിലായിരിക്കില്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ബോട്ടം ഫൈബർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The shear force at the free end of a cantilever beam of length L varying uniformly distributed load of W per unit length is. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? കാൻറ്റിലിവർ ബീമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ക്യാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് എവിടത്തെയാണ്? ഫ്രീ എൻഡിൽ ഷിയർ ഫോഴ്സ് ഉണ്ടോ? ഷിയർ ഫോഴ്സ് ഫ്രീ എൻഡിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 0 ആണ് വരിക. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബീം ഓഫ് റെക്ടാങ്കുലർ ബീമിൽ അല്ലെ റെക്ടാങ്കുലർ സെക്ഷനിൽ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ടോം മാക്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈക്വൽ ടു ആവറേജ് ഷിയർ സ്ട്രെസ് 4/3 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്, 2 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്, 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നമുക്കറിയാം ടോം മാക്സ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലറിൻ്റെ കേസിൽ എത്രയാണ് വരിക? 3/2 ടൈംസ് ടോ ആവറേജ്. ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ 3/2 ടൈംസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1.5 ടൈംസ് ഓഫ് ടോ ആവറേജ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ. നമ്മുടെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ? ഓപ്ഷൻ എ പ്രഷർ ഇൻ വാട്ടർ ചാനൽസ് ആൻഡ് പൈപ്പ്. ഓപ്ഷൻ ബി ഡിഫറൻസ് ഇൻ പ്രഷർ അറ്റ് 2 പോയിൻറ്റ്സ്. ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓപ്ഷൻ ഡി വെരി ലോ പ്രഷർ. നമ്മളിപ്പോൾ ഒരു പൈപ്പ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുക. മാനോമീറ്റർ എന്ന് പറയുന്നത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡിഫറൻഷ്യൽ മാഗ്നോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈപ്പിൻ്റെ 2 പോയിൻറ്റ്സിൽ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഇൻ പ്രഷർ അറ്റ് 2 പോയിൻറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, if h is the depth of the water retained by a vertical wall, the height of center of pressure above the bottom is. അതായത് നമുക്ക് h ഡെപ്തിൽ ഒരു വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വോളിൽ എന്താണ് നമുക്ക് ഇഫ് എച്ച് ഇസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ, എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഡെപ്ത് ഓഫ് വാട്ടർ ആണ് അല്ലേ? ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദ ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എബോവ് ദി ബോട്ടം അല്ലേ? നമുക്ക് ഇതേപോലെ ആയിരിക്കും അല്ലേ പ്രഷർ കിട്ടുക.
ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ബോട്ടത്തിൽ നിന്നല്ലേ ചോദിച്ചേക്കുന്നത്, എബോവ് ദ ബോട്ടം. ബോട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റിൻ്റെ എത്രയാണ് വരിക? h/3 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, h/3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഈസ്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഈസ് ഫ്രിക്ഷൻലെസ് ആൻഡ് ഇൻകംപ്രസിബിൾ, ഒബെയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഈസ് വെരി വിസ്കസ്. ഓപ്ഷൻ ഡി സിമിലർ ടു ഗ്യാസ്. അപ്പോൾ നമ്മൾ ഏത് ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുക? സോറി, ഐഡിയൽ ഗ്യാസിലെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്രിക്ഷൻലെസ് ആയിരിക്കണം. നമ്മൾ രണ്ടും FM പഠിക്കുന്നതാണ്, FM അസംഷനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം ഈസ് ഫ്രിക്ഷൻലെസ് ആൻഡ് ഇൻകംപ്രസിബിൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്രിട്ടിക്കൽ ഡെപ്ത് എച്ച് ഓഫ് എ ചാനൽ ഈസ്, നമ്മുടെ ചാനലിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്ത് എച്ചിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഹൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? H=V²/G. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോയുടെ കേസിൽ നമുക്കറിയാം ഫ്ലൂയിഡ് നമ്പർ V/√GHC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്ലൂയിഡ് നമ്പർ എത്രയായിരിക്കും ക്രിട്ടിക്കലിൻ്റെ കേസിൽ? 1 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ക്രിട്ടിക്കൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് നമ്പറിൻ്റെ വാല്യൂ =1 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? VC √GH അല്ലെങ്കിൽ V²/G ക്രിട്ടിക്കൽ ഹൈറ്റ് എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, H = V²/G. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.